സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു മാസക്കാലം ദൈവം നമ്മെ അത്ഭുതാത്സരമായി നടത്തി. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പുതിയ മാസത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ മാസം മുഴുവൻ നമ്മൾ പഠിക്കുന്ന വിഷയം വിശുദ്ധിയെക്കുറിച്ചാണ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം വിശുദ്ധനായിരിക്കുന്നതോടെ വിശുദ്ധനായിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? ഈ മാസം നമ്മൾ ചിന്തിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ ആകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. മത്തായി സുവിശേഷം 19:29 വാക്യം. യേശു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും. മത്തായി 11:29 വാക്യം. സൗമ്യതയുടെ മുഖമായിരുന്ന അപ്പോസ്തലനായ പൗലോസ് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന വെല്ലുവിളി പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമതയോടും കൂടെ നടക്കുകയും സ്നേഹത്തിന് അന്യോന്യം പൊറുക്കുകയും ചെയ്യും. എഫെസ്യർ 4:2 വാക്യം. നമ്മുടെ മനുഷ്യത്തിൽ അത്തരം ക്ഷമ നമുക്ക് അസാധ്യമാണ്. എന്നാൽ നമ്മളുടെ ആത്മാവിൻ്റെ പഠിത്താൻ ക്രിസ്തുവിന്റെ ഹൃദയത്തിലെ സൗമ്യത നമ്മെ വർദ്ധിക്കുകയും ശത്രുത നിറഞ്ഞ ലോകത്തെ വിവരിക്കാൻ സജ്ജമാക്കുകയും ചെയ്യും. അങ്ങനെ നാം ചെയ്യുമ്പോൾ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ഫിലിപ്പിയർ 4 എന്ന പൗലോസിന്റെ വാക്ക് അനർത്ഥമാക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ഇന്നത്തെ സമൂഹസാരം സൗമ്യതയെ ബലഹീനമായി കാണുന്നത്? സൗമ്യത എങ്ങനെയാണ് ശക്തമായിരിക്കുന്നത്? പ്രാർത്ഥിക്കാം. പിതാവേ, ചിലപ്പോൾ എന്നെ വേദനിപ്പിക്കുന്നതിൻ്റെ തിരിച്ച് വേദനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു സൗമ്യതയും താഴ്മയുള്ള ഹൃദയത്തോടെ എൻ്റെ ശത്രുക്കളെ നേരിട്ട് എന്ന സമയങ്ങളിൽ എന്നെ ഓർപ്പിക്കണമേ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ മാസത്തിൻ്റെ ആദ്യ ദിവസം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.